എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസ്നേറ്റ് ആവണമെന്നില്ല. റെസ്നേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. തീർച്ച നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങാനുള്ള മനസ്സ് ആ വ്യക്തിയിലുണ്ടാകും. നമുക്ക് ഒന്നാമത്തെ ഫയലിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ കാർഡ് നമ്മൾ നോക്കുമ്പോൾ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതം സന്തോഷപൂർണ്ണമാകാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ആ വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആഘോഷങ്ങളുള്ളൂ, സന്തോഷങ്ങളുള്ളൂ. ആ വ്യക്തി ഇല്ലാത്തപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ തോന്നുകയാണ്. കാരണം ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന. എപ്പോഴും ആ വ്യക്തി കൂടെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയെ കാത്തിരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. മനസ്സിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തി വേണം. ആ വ്യക്തി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാലോ, ആ വ്യക്തി മറ്റെവിടെയെങ്കിലും പോയാലോ സന്തോഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. മനസ്സിൽ ദുഃഖം, ഹൃദയത്തിൽ എപ്പോഴും ആ വ്യക്തി ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തിയെ മാത്രം മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങൾ പോയി കഴിയുമ്പോൾ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല. ഒരു കഥാപാത്രത്തെ പോലും നിങ്ങൾക്കൊപ്പം വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നു, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്നു, ആരാധിക്കുന്നത് പോലും നിങ്ങളെ മാത്രമാണ്. അത്തരത്തിൽ നിങ്ങളോട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാതെ നിൽക്കുമ്പോൾ, ആ വ്യക്തി നിങ്ങളെ അടുത്തേക്ക് വരാതിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനൊരു അർത്ഥമില്ലാതെയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി അടുത്ത് ഉണ്ടാകാനാണ്. എപ്പോഴും ആ വ്യക്തിയോടൊപ്പം ഒരുമിച്ച് ചേർന്ന് ജീവിക്കാനാണ്. ആ വ്യക്തിയോടൊപ്പം ജീവിച്ചു ചേർന്ന് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ പലപ്പോഴും പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും പല പ്രതിസന്ധി കൊണ്ടും ആ വ്യക്തിക്കൊപ്പം ചേർന്ന് ജീവിക്കാൻ നിങ്ങൾക്കുള്ള ഭാഗ്യം, അല്ലെങ്കിൽ ജീവിക്കുമ്പോഴും തന്നെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അത് മനം മടുപ്പിക്കുകയും ചെയ്തു. ജീവിതത്തിൽ ആഗ്രഹിച്ചതുപോലെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖം നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. പക്ഷേ ഇനി മുതൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുകയും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒന്നുകിൽ പുതിയ ആൾ വരികയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യാൻ പോവുകയാണ്. ജീവിതം ഒരു പുതിയ തുടക്കം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ജീവിതത്തിൽ നിങ്ങളെ ആകർഷിക്കുന്ന, നിങ്ങൾക്ക് ശക്തി പകരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഒരു പുതിയ തുടക്കം പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. ആ ആൾ എന്തെന്നില്ലാത്ത രീതിയിൽ നിങ്ങളെ സ്നേഹിക്കും. ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായ ക്രോധവും മറ്റ് വികാരങ്ങളൊക്കെ മാറിയിട്ട് സദാസമയവും, ഇപ്പോൾ വാശിയൊക്കെ മാറിയിട്ട് സദാസമയവും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറും. ആ വ്യക്തിയുടെ ദേഷ്യത്തിനും സങ്കടത്തിനും നിരാശയ്ക്കും വാശിക്കുമൊക്കെ പകരമായിട്ട് നിങ്ങളെക്കുറിച്ച് ഉള്ള സ്നേഹം മാത്രം ആ വ്യക്തിയുടെ മനസ്സിൽ നിറയാൻ പോകുന്നു. ആ വ്യക്തിക്ക് ആ സ്നേഹമല്ലാതെ മറ്റൊന്നും ഉൾക്കൊള്ളാനും മറ്റൊന്നും അറിയാനും കഴിയാത്ത അവസ്ഥ ആ വ്യക്തിയിലുണ്ടാകും. ഏത് സമയവും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറും. അല്ലാതെ ആ വ്യക്തിക്ക് മറ്റൊരു ചിന്തയുണ്ടാകില്ല, മറ്റൊരു ആലോചന ഉണ്ടാകില്ല. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് കിട്ടും. ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുന്ന മാറ്റം ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും. അങ്ങനെ ശക്തമായിട്ട് കടന്നു പോകാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ അവസരങ്ങളും, എല്ലാ കാര്യങ്ങളും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൃത്യമായി അറിയുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. രാത്രികൾ നിങ്ങളെയും ആ വ്യക്തിയെയും കൂടുതൽ മാനസികമായി അടുപ്പിക്കും. രാത്രികളിൽ ആ വ്യക്തിയും നിങ്ങളും മാനസികമായി അടുക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള സ്നേഹം ആഴ്ചകൾക്കുള്ളിൽ തന്നെ അധികരിച്ചു വരികയും രാത്രി കാലങ്ങളിൽ നിങ്ങളോട് ആ വ്യക്തിക്ക് സ്നേഹം കൂടുകയും
രാത്രികളിൽ നിങ്ങളെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ട് ഉറക്കമില്ലാത്ത രാത്രികളായിട്ട് ആ വ്യക്തിയുടേത് മാറും. ആ വ്യക്തിയുടെ മനസ്സിൽ ഇതുവരെ ഒളിപ്പിച്ചിരുന്ന സ്നേഹവും ഇഷ്ടവും പ്രണയവും ഒക്കെ ഇനി ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് മറക്കാൻ കഴിയില്ല. ഇത്രകാലം ഈ പ്രണയവും ഈ ഇഷ്ടവും ഈ സ്നേഹവും ഈ ആകർഷണവും എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. അത്രത്തോളം ഇഷ്ടത്തോടെ, അത്രത്തോളം സ്നേഹത്തോടെ, അത്രത്തോളം സംരക്ഷണപരമായിട്ട് നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും. രാത്രികളിൽ ആ വ്യക്തി നിങ്ങളെ വല്ലാതെ മോഹിക്കും. രാത്രികൾ ആ വ്യക്തിക്ക് നിങ്ങളിലേക്കുള്ള ഒരു യാത്രയായി മാറും. ഓരോ ദിവസവും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഓരോ നിമിഷവും അടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ ആ വ്യക്തിക്ക് വീണ്ടും ലഭിക്കുകയും ആദ്യകാലത്ത് നിങ്ങളുണ്ടായിരുന്ന പ്രണയത്തിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയും ചെയ്യും. ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ ചില വ്യത്യാസങ്ങൾ, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ മറ്റു ചില ആളുകൾ എത്തിച്ചേരുകയും അവർ നിങ്ങൾക്ക് പകരമാകാൻ ശ്രമിക്കുകയും ചെയ്തു. ഒരു പരിധിവരെ അറിഞ്ഞോ അറിയാതെയോ ആ വ്യക്തിയും അവരുടെ ചിന്തകളിലേക്ക് മാറിപ്പോവുകയും നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയും നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ നിങ്ങളെ അവഗണിക്കാൻ ശ്രമിച്ച, അറിഞ്ഞോ അറിയാതെയോ, ഇപ്പോൾ നിങ്ങളുടെ തോന്നൽ മാത്രമാകാൻ ചിലപ്പോൾ, അവരുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും നിങ്ങളെക്കാൾ മികച്ചത് അവരാണെന്നുള്ള ചിന്ത നിങ്ങളുടെ വ്യക്തിയിലുണ്ടാകുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ മനോവിഷമത്താൽ നിങ്ങൾ പുറത്ത് ഒന്നും കാണിക്കാതെ മാറുകയും നിങ്ങൾ മാറി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. നിങ്ങൾക്കപ്പോൾ അത്ഭുതമുണ്ടായിരുന്നു, ഇത്രയും കാലം ഞാൻ സ്നേഹിച്ച, ഞാൻ ഇഷ്ടപ്പെട്ട ഈ വ്യക്തി എന്തുകൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്നു? അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയും തമ്മിൽ അകലെയായി മുന്നോട്ട് പോയി. ആ സമയത്താണ് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് വീണ്ടും തോന്നുകയാണ് നിങ്ങളുടെ മൂല്യവും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്കുണ്ടായ ചില ഗുണങ്ങളും ചില അവസരങ്ങളും, അത് അവർ കൂടുതൽ അതിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർക്കതിൽ വിഷമമുണ്ടായി. കാരണം അവർക്ക് നഷ്ടബോധം തോന്നിയത് അപ്പോഴാണ്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ നഷ്ടബോധം നീറിപ്പോവുകയും അത് വലിയ വേദനയായി മാറുകയും ചെയ്തു. ഇപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളുണ്ട്. അവർ കാത്തു നിന്നത് അവരുടെ മനസ്സിലുണ്ടായ മറ്റു ചില പ്രശ്നങ്ങളാണ്, അവരുടെ മനസ്സിൽ ഉണ്ടായ ചില വേദനകളാണ്. ബോധപൂർവം നിങ്ങൾക്കും അവർക്കും കൂടുതൽ അടുക്കാനായിട്ടാണ് അവർ മാറി നിന്നത്. ഇഷ്ടക്കുറവൊന്നും ഇല്ല. വളരെ സംശുദ്ധമായി, വളരെ ക്രിയാത്മകതയോടെ വീണ്ടും നിങ്ങൾ ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഉയരും. അവരൊരിക്കൽ പോലും നിങ്ങളെ വെറുത്തിരുന്നില്ല എന്നുള്ള സത്യം രണ്ടാമത് അവർ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ചിലത് നിങ്ങളുടെ തെറ്റിദ്ധാരണയോ, ചിലത് അവരും നിങ്ങളും തമ്മിൽ കൂടുതൽ അടുക്കാൻ വേണ്ടി നിങ്ങളുടെയും അവരുടെയും പോസിറ്റീവ് എനർജി, നിങ്ങളും അവരും വിശ്വസിക്കുന്ന ഒരു ശക്തി ചില ഇടവേളകൾ സമ്മാനിച്ചതാണ്. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നിങ്ങൾ വീണ്ടും അടുക്കും. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അതൊരു പക്ഷേ ആ വ്യക്തി തന്നെ അറിയണമെന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ചിലർ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ മായ്ച്ചു കളയാൻ ആഗ്രഹിച്ചിരിക്കും. പക്ഷേ പോസിറ്റീവ് എനർജിയുടെ പ്രവർത്തന ഫലമായി അവരുടെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുകയും നിങ്ങളും ആ വ്യക്തിയും വീണ്ടും പൂർവാധികം ഇരട്ടി സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ, പ്രണയത്തോടെ ഒരുമിക്കുകയും ചെയ്യും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായും അതിൻ്റെ തുടക്കം തുടങ്ങിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. പോസിറ്റീവ് എനർജി ആ കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.